Good morning, my dear children. I believe everyone is safe in your house. Now we will go to our lesson. What is our lesson? आपको मालूम है? Its name is मंत्र तंत्र. इस मंत्र तंत्र में पिछले कक्षा में हमने क्या पढ़ा था? आपको मालूम है और याद आती है? तो सुनो, मैं एक बार इसके बारे में आपसे कहती हूँ. मैंने कहा था यह एक स्मॉल विलेज था, न छोटा सा विलेज. वहाँ 30 ഗൃഹസ്ഥോं का നിവാസ് थे. 30 ഗൃഹസ്ഥർ എന്നുവെച്ചാൽ വീടുകൾ, 30 വീടുകളാണ് ഉണ്ടായിരുന്നത്. लेकिन इस गृहवासियों को कुछ बातें करने के लिए ജഗ नहीं थे. അവർക്ക് 30 ആൾക്കാർക്കും അവിടെ താമസിക്കുവാൻ സ്ഥലമുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. One day there is his leader, his name is കുമാർ. ആ ഗൃഹസ്ഥികളിൽ ഒരു മെയിനായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് കുമാർ. ഹി ഗോയിങ് ത്രൂ ദ വില്ലേജ് ഹി സോ എ പ്ലേസ്. അദ്ദേഹം അങ്ങനെ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരു പ്ലേസ് കണ്ടു. ഇറ്റ് ഈസ് നിയർ ടു ദ ബോർഡർ. അതെവിടെയായിരുന്നു? ആ വില്ലേജിൻ്റെ ബോർഡറിലായിരുന്നു. ബോർഡർ എന്ന് പറയുന്നത് എന്താ? സീമ. ആ സീമയിലായിരുന്നു അദ്ദേഹം ആ സ്ഥലം കണ്ടത്. എങ്ങനത്തെ സ്ഥലമാണ്? നിറയെ പൊടിയും അഴുക്കുമൊക്കെ പിടിച്ചു കിടക്കുന്നൊരു സ്ഥലം. അത് കണ്ടു. അദ്ദേഹം എന്ത് ചെയ്തു? കുമാർ ഗോ ദെയർ ആൻഡ് സാഫ് ദ പ്ലേസ്. എന്ത് ചെയ്തു? അവിടെ പോയി സാഫ് ചെയ്യുക, ക്ലീൻ ചെയ്തു. ആ പ്ലേസ് എല്ലാം അദ്ദേഹം ക്ലീൻ ചെയ്തു. അങ്ങനെ കുമാർ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ് സമയം ഏകോരാത്മി വഹാമായ ഒരാത്മിയും കൂടെ അവിടെ വന്നു. ഓ ഉസ്നെ ക്യാ കിയാ? കുമാറിനെ ഉസ്കെ ലിയെ ഭി ജഗ സാഫ് കിയ. അയാൾക്ക് വേണ്ടിയിട്ടും കുമാർ എന്ത് ചെയ്തു? സ്ഥലം ക്ലീൻ ആക്കി കൊടുത്തു. उसके बाद 2 या 4 बार कई लोग वहाँ आए, उसके लिए भी ऐसा काम करने लगा. तो वो भी उसके साथ क्या किया? ജോയിൻ किया. അവരെല്ലാവരും കുമാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ദേ വിൽ മേക്ക് ദ പ്ലേസ് ക്ലീൻ. അങ്ങനെ അവർ ആ സ്ഥലം ക്ലീൻ ആക്കിയെടുത്തു. ഇപ്പം 30 പേർക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അവർ ക്ലീൻ ചെയ്തത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ ഗൃഹസ്ഥികളെല്ലാം ഗൃഹസ്വാമിയോനെ വഹാ മിൽക്കർ ബാത്ചീത് करने लगे. ഇൻ ബിറ്റ്വീൻ ദെയർ ബാത്ചീത്, അവരുടെ ഈ ചാറ്റിങ്ങിനിടയിൽ എപ്പോഴോ കുമാർ അവരോട് പറയുകയാണ്, ഹം ക്യോംന എക് ചബൂത്തര ബനാദി. നമുക്ക് എന്തുകൊണ്ട് ഒരു ചബൂത്തര പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൂടാ? ഐസേ വോ കർത്തേ തോ, നമ്മൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹം സബ് ബൈക്കർ ബാത്ചീത് കർത്തേ थे. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് സാധിക്കും. തോ ക്യാ ഹുവാ? അതർ പീപ്പിൾ വിൽ എഗ്രി വിത്ത് ഇറ്റ്. അതർ പീപ്പിൾ എല്ലാം എന്ത് ചെയ്യും? അവരെല്ലാം ഇതിനോട് എഗ്രി ചെയ്തു. ദേ ജോയിൻ ടുഗെദർ, അവർ ഒന്നിച്ചു ചേർന്നു. ഈൻഡ് ഓർ പത്തർ സേ, ഇഷ്ടികയും കല്ലുകളും എല്ലാം കൊണ്ട് ദേ മെയ്ഡ് എ പ്ലാറ്റ്ഫോം ദേ. അവരങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആഫ്റ്റർ ദാറ്റ് ദേ ബിൽഡ് എ റൂം ഈസ് ഓൾസോ ദെയർ. അവർ പിന്നെ എന്ത് ചെയ്തു? ഒരു റൂമും അവിടെ ഉണ്ടാക്കി. പിന്നെയോ ഇപ്പോൾ റൂമും ഉണ്ടാക്കി, ചബൂത്തരയും ഉണ്ടാക്കിയതിന് ശേഷം എന്താണ്? കൈ ലോഗ് വഹാം ആനയിലേക്ക് കുറേ ആൾക്കാർ അവിടെ വരാൻ തുടങ്ങി. തോ വഹാം ജൽ അവർ ചട്ടായിയും കാ പ്രബന്ധ കിയ. അവർ ജലവും ചട്ടായിയും എല്ലാം അവിടെ ഉണ്ടാക്കി. ഇപ്പോൾ ഗ്രാമവാസിയോ മീൻസ് വഹാം കെ ലോഗ്, ഗാവ് കെ ലോഗ് ആമോദ് പ്രമോദ് കെ ലിയെ വഹാം ആനയിലേക്ക്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം എന്താണ്? തങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരുന്നൊരു സ്ഥലമായത് മാറുകയും ചെയ്തു. ഇതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. तो आगे चलते हैं. कीप द फिंगर देयर. पेज नंबर 100. परिश्रम करना भी एक आदत होती है. गाँववासियों को परिश्रम की ऐसी आदत पड़ी कि वे आवश्यकता पड़ते ही सड़क बना देते, पुल बना देते, तालाब खोद लेते, कुएं साफ कर देते और सबका परिणाम ये हुआ कि गाँव की खुशहाली आ गया. वंस मोर, परिश्रम करना भी एक आदत है. गाँववासियों में परिश्रम करना भी एक आदत होती है. गाँव वासियों को परिश्रम की ऐसी आदत पड़ी कि वे आवश्यकता पड़ते ही सड़क बना देते, पुल बना देते, तालाब खोद देते, कुएं साफ कर देते और सबका परिणाम ये हुआ कि गाँव खुशहाली आ गया. परिश्रम, मैंने कहा परिश्रम इज़ हार्ड वर्क. आदत मीन्स हैबिट എന്ന് പറയും. എന്താണ്? പരിശ്രമം करना एक हैबिट बन गया. അവരുടെ ഒരു ഹാബിറ്റായി മാറി. गाँववासियों के परिश्रम की ऐसी आदत पड़ी कि वे आवश्यकता पड़ते ही सड़क बनाए.
ദ ഹാബിറ്റ് ബിക്കെയിം ലൈക്ക് ദിസ്. അവരുടെ ഹാബിറ്റ് ഇങ്ങനെയായി മാറി. ദേ വാണ്ട് ടു നീഡ് സംതിങ്. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ ദേ വിൽ ബിൽഡ്, അവരത് ഉണ്ടാകും. അതെന്തൊക്കെയാണ്? സഡക്, സഡക് മീൻസ് റോഡ്. പുൽ, പുൽ എന്ന് പറയുന്നത് ബ്രിഡ്ജാണ്, പാലം. താലാബ്, പോണ്ട്, കുളം. കുവേ, കുവേ മീൻസ് വെൽ, കിണർ. ഇതെല്ലാം അവർ ഉണ്ടാക്കി. പിന്നെ കിണറുകൾ വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയാക്കി. ഇതിനൊന്നും ആരെയും ആശ്രയിക്കാൻ പോയില്ല. ആവശ്യം തോന്നുമ്പോൾ അവരെല്ലാം അവരുടെ ഒത്തുചേരും, അതങ്ങ് ചെയ്യും. അത് അവരുടെ ഒരു ഹാബിച്വലായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എന്തായി മാറി? सबका परिणाम ये हुआ कि गाँव में खुशहाली आ गई. They will became very happy. അവർക്ക് സന്തോഷം ഉണ്ടായി. കാരണം എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. उस गाँव का मुखिया इन सब बातों से बहुत अप्रसन्न था. वह बार बार गाँव वालों के कामों में अड़ंगा लगा था. कोई अकेला मिलता तो समझाता कि क्यों कुमार की बातों में अपना समय नष्ट कर रहे हो. वास्तव में लोगों ने बुरे काम करने बंद कर दिए थे. इससे मुखिया की जुर्माने की आमदनी बंद हो गई. उसने कुछ सोचा और राजा के पास शिकायत कर दी कि गांव के सभी आदमी चोर है, उद्दंड है और मारपीट के बिना बात ही नहीं करते. इससे गांव पर में उत्पाद मचा हुआ है. शीघ्र ही कुछ प्रबंध न किया गया तो गांव में भले आदमियों का रहना दूभर हो जाएगा. उस गांव में एक मुखिया थी. देयर इज वन लीडर ऑल्सो देयर. वे इन सब बातों से अप्रसन्न था. he is very sad with it. എന്തോ അപ്പം ഇതിനെന്തോ കാര്യമുണ്ടല്ലേ. वह बार बार गाँव वालों को काम में अडंगा लगाता. എന്തെങ്കിലുമൊക്കെ അടങ്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ തടസ്സമായിട്ട് വരും. എന്തെങ്കിലും ഒരു തടസ്സം അദ്ദേഹം അവിടെ ഉണ്ടാക്കുമായിരുന്നു. കോയി അകേല മിൽത്താത്തോ സംചാത്ത. ഇനി ആരെങ്കിലും ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവരോട് പറയുമായിരുന്നു. എന്താണ് പറയുന്നത്? കുമാർ കി ബാത്തോ മേ അപ്ന സമയം നഷ്ട കർ രഹേ ഹോ. നിങ്ങൾ കുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുമായിരുന്നു. വാസ്തവമേ ലോഗോനെ ബുരേ കാം കർനെ ബന്ദ് കർ ദിയേ ഥേ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആൾക്കാർ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തിയിരുന്നു. इससे मुखिया की जुर्माने की आमदनी बंद हो गई थी. उसने कुछ सोचा और राजा के पास शिकायत कर दी कि गांव के सभी आदमी चोर है, उद्दंड है और मारपीट के बिना बात नहीं करते. ये जुर्माने करके अपने आमदनी बढ़ाते थे. इनकम, आमदनी मीन्स इनकम ആണ്. जुर्मानी मीन्स എന്താണ്? माल प्रैक्टिस. वो माल प्रैक्टिस करके उसके इनकम बढ़ाते थे. തൻ്റെ ഇൻകം, അതായത് നമ്മൾ പറയും നികുതി കൊടുക്കുക എന്നൊക്കെ, അതൊക്കെ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് ആൾക്കാർ നല്ലത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതൊന്നും ഈ മുഖ്യക്ക് കിട്ടാതായി. സോ ഹി ബിക്കെയിം വെരി ജലസി അബൌട്ട് കുമാർ. സോ ഹി സേ ലൈക്ക് ദിസ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഹി ഗോ ടു ദ കിങ്, ഗോ നിയർ ടു ദ കിങ്. കിങ്ങിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിനെതിരെ എന്തോ പരാതി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യഹാം കെ ലോഗ് ബുരേ ഹേ, വോ ചോർ കാ കാം കർത്തേ ഹേ, ഉദ്ദണ്ഡ് ഹേ ഓർ ഗാവ് മേ എന്താണ് ഉത്പാത് മച്ചാ ഹേ, ബഹളങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഗ്രാമവാസികളോട് പറയുകയും ചെയ്തു. രാജാവിനോട് പറഞ്ഞു, ഇവർ ചെയ്യുന്നതെല്ലാം ചീത്ത കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അടി പിടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിനെന്തെങ്കിലും പരിഹാരം കാണണം. ഈ ദുഫർ എന്ന് പറയുന്ന ഡിഫിക്കൽട്ടാണ്, അതെങ്ങനെയെങ്കിലും നമുക്ക് മാറ്റിയെടുക്കണം. രാജാവ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം ആരോട് പറഞ്ഞു? രാജാവിനോട് ചെന്ന് പരാതി പറഞ്ഞു. राजा की आज्ञा पाकर मुखिया सबको बांधकर राजा के सामने ले गया. राजा ने न कुछ पूछा न सुना, बस कह दिया, हाथी के पैरों से कुचलकर इन्हें मार डालो. राजा की आज्ञा पाकर मुखिया को सबको बांधकर राजा के सामने ले गया. എന്താ ചെയ്തത്? मुखिया राजा की आज्ञा पाकर
രാജാവിൻ്റെ ഓർഡർ കേട്ടിട്ട് മുഖിയ ने क्या किया, मुखिया ने सब लोगों बांध लिया, എല്ലാവരെയും കെട്ടി എവിടെ കൊണ്ടുപോയി, രാജാക്കെ सामने ले गया, രാജാവിൻ്റെ മുന്നിൽ കൊണ്ടിട്ടു. और इसने राजा ने क्या किया, उसके बातों में न सुना न पूछा, എന്താ കാര്യമെന്ന് ഈ ആൾക്കാരോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. हाथी के पैरों से कुछ कर उन्हें मार डालो. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്, ഒന്നും കേൾക്കുക ഒന്നും ചെയ്തില്ല, പറഞ്ഞ ഇത്ര മാത്രം, ഹാത്തി കെ പൈരോം സെ കുച്ചൽക്കർ, ഹാത്തി മീൻസ് എലിഫൻറ്റ്, പൈർ മീൻസ് ലെഗ്സ്, കുച്ചൽക്കർ ഞെരിച്ച് അമർത്തി, ഉൻഹെ മാർ ഡാലോ, എന്താണ്, ആനയുടെ കാല് ഇവരുടെ ദേഹത്തേക്ക് കയറ്റി അവരെ കൊന്നുകളയാൻ പറഞ്ഞു. രാജ്മഹൽ കെ ബാഹർ മൈതാൻ में उन्हें लिटा दिया गया. അങ്ങനെ എന്ത് ചെയ്തു, ഇൻ ലോഗോങ്കോ രാജ്മഹൽ കെ ബാഹർ മൈതാൻ മേ, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ, അവിടെ അവരെ കൊണ്ടിട്ടു. സബി കെ ഹാത്ത് പയർ ബന്ധേ ഥേ, എല്ലാവരുടെയും കൈയും കാലും എല്ലാം കെട്ടിവെച്ചേക്കുമായിരുന്നു. കുമാറിനെ സബ്കോ സംസായ ചുപ് ചാപ്പ് ലേറ്റ് രഹന, കുമാർ എല്ലാവരോടും പറഞ്ഞു എന്താണ്, ചുപ് ചാപ്പ്, ഒന്നും മിണ്ടരുത്, എന്ത് ചെയ്യുക, അവിടെ മിണ്ടാതെ കിടക്കുക. हाथी के प्यार से देखना और राजा पर भी क्रोध न करना. പിന്നെ എന്ത് ചെയ്യും, ഹാത്തി കോ പ്യാർ സെ ദേഖ്ന, ഹാത്തി എന്ത് ചെയ്യുക, സ്നേഹത്തോടു കൂടി നോക്കുക, പക്ഷേ രാജാവിനോട് ദേഷ്യം കാണിക്കുവാനും പാടില്ല. कोई कुविचार मन में न लाना, सपने ठीक वैसा किया. हमारे मन में कोई कुविचार, ദുഷ്ടവിചാരങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വരുവാൻ പാടില്ല എന്ന് പറഞ്ഞു. राजा के महावदों ने हाथी छोड़ दिया. हाथी ने उन लोगों को पास पहुंचकर चिकाटता हुआ लौट आया. दूसरा हाथी मंगवाया गया पर वह भी आगे न बढ़ा. तीसरा, 14 और फिर बारी बारी से कई हाथी बुलाए गए. सुबह से शाम हो गए पर हाथियों ने किसी को नहीं कुचला. यहाँ क्या हुआ, राजा के महावदों से, महावदों എന്ന് വെച്ചാൽ ആനക്കാരാണ്, ആനക്കാരോട് എന്തു പറഞ്ഞു, ആനയെ അങ്ങോട്ടേക്ക് വിടാൻ പറഞ്ഞു. send the elephant to them, send near to them, അവരുടെ അടുത്തേക്ക് വിടാനായിട്ട് പറഞ്ഞു. हाथी उन लोगों के पास पहुंचकर चिकाटता. एलिफेंट ने क्या किया, उसके पास जाए और चिकाटता, ചിഹ്നം വിളിച്ചു. और लौट आया, പിന്നെ എന്ത് ചെയ്തു, തിരിച്ചിങ്ങനെ പോന്നു. അങ്ങനെ ആദ്യം ഒരാളെ വിട്ടു, രണ്ടാമത് വിട്ടു, അങ്ങനെ വൈകുന്നേരം വരെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. एक, दूसरा, तीसरा, ऐसे शाम तक हाथी को भेजा, लेकिन सब ने ऐसा ही किया, इन लोगों को कुछ नहीं किया. सब हाथी ने उन लोगों को कोई मुसीबत आने दिया, किसी ने किसी को नहीं कुचला, ആരെ ഒന്ന് ചവിട്ടുക പോലും ചെയ്തില്ല. राजा ने कहा, जान पड़ता है इनके हाथों में कोई दवा है जिसके कारण हाथी इनके पास नहीं जा रहे हैं. അപ്പോൾ രാജാവ് പറയുകയാണ്, മുझे लगता है उसके पास कोई दवा है, അവരുടെ കയ്യിൽ എന്തോ മെഡിസിൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം അറിയാം. इसलिए हाथी इसे छू नहीं सकते, അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യാത്തത്, ആന അവരെ തൊടാത്തത് എന്ന് പറഞ്ഞു. ढूंढने पर उनके पास कुछ भी नहीं मिला. അപ്പോൾ എന്ത് ചെയ്തു, രാജാവ് പറഞ്ഞിട്ട് ഡോണ്ട മീൻ ടു സെർച്ച് എന്നാണ്. ദ പീപ്പിൾ കം ആൻഡ് സെർച്ച് ദ പീപ്പിൾ ബട്ട് ദേ കാൺ गेट नथिंग फ्रॉम देयर, അവർക്കൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. अब राजा ने कहा, ये अवश्य कोई मंत्र तंत्र जानते हैं. അപ്പോൾ ഉടനെ രാജാവ് അടുത്ത് പറഞ്ഞ എന്താണ്, मुझे पता है, ഇവരുടെ കൈവശം എന്തുണ്ട്, മന്ത്ര തന്ത്ര, ഇവർക്ക് എന്തോ മന്ത്രാസ്, ദേ നോ സം മന്ത്രാസ്, സോ ദേ ഡു ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു. उसने खुद ही पूछा तो कुमार ने उत्तर दिया. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, നേരിട്ട് ചെന്ന് ചോദിച്ചു, महाराज हम कोई मंत्र तंत्र नहीं जानते, हम सब साधारण गृहस्थ हैं, परिश्रम करके अपने अपने परिवारों का पालन करते हैं, हम सभी जीवों से प्यार करते हैं, जीव हिंसा नहीं करते, दूसरों की चीज़ नहीं लेते, झूठ नहीं बोलते, सबको मित्र मानते हैं, सबकी मदद करते हैं, गांव की आवश्यकता अनुसार यथाशक्ति तालाब और कुएं खोद देते हैं, घर और सड़कें बना देते हैं. महाराज, यदि हम लोग कोई मंत्र जानते हैं तो यही, मेरे साथियों ने गांव का कायाकल्प कर दिया है. मुखिया जी अप्रसन्न है क्योंकि बुरे कामों से उन्हें जो आय होती थी वह बंद हो गई है. राजा ने उससे पूछा क्या बात है. देन कुमार ने राजा को
उत्तर दिया, हम कोई मंत्र वंत्र नहीं जानते, लेकिन हम जानते हैं परिश्रम। हमको जो कुछ चाहिए हम अपने परिश्रम से वो करते हैं। ऐसे हमने क्या क्या बना लिया, हमने कुआं, सड़क, तालाब आदि बना दिया। हम झूठ नहीं बोलते, ഞങ്ങൾ കള്ളം പറയുകയില്ല। പിന്നെയോ हम सब एक दूसरे से मदद करते हैं और एक दूसरे से मित्र के रूप में देखते हैं। ഞങ്ങൾ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു। പിന്നെയോ സ്നേഹത്തോടു കൂടി മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ। किसी भी जीवी का हिंसा नहीं करते, ഒരു ജീവിയെ ഞങ്ങൾ കൊല്ലുകയും ഇല്ല। അങ്ങനെ പറഞ്ഞു। हमारे दोस्तों के परिश्रम से हमारा गांव ऐसा बन गया। ഞങ്ങൾ കൂട്ടുകാരുടെ പരിശ്രമം കൊണ്ടാണ് ഞങ്ങളുടെ ഈ ഗ്രാമം ഇത്രയും വലുതായത്। अब तक ए मुखिया कुछ बुरे काम करके क्या करते थे, आमदनी बढ़ाते थे। अब उसको उसका आमदनी नहीं मिलता, इसलिए उसने ऐसा कहा। क्योंकि बुरे कामों से उनकी जो आय होती थी अब बंद हो गई है। മുഖ്യ ചീത്ത കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെയാണോ നേടിയിരുന്നത്, ഇപ്പം ഇവിടെ ചീത്ത കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ പൈസയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു। രാജാനെ ഗാവ് കെ വികാസ് കി ബാത് സുനി തോ മുഖ്യ സെ പൂച്ച്താച്ച് കി। എന്ത് ചെയ്തു, ഗ്രാമത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് മുഖ്യയോട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തിരക്കി। പൂച്ച്താച്ച് കർണ മീൻസ് ആസ്ക് ടു ഹിം എന്നാണ്, അദ്ദേഹത്തോട് ചോദിച്ചു। उसे दोषी पाया और दंड दिया। तो राजा को मालूम हुआ क्या मुखिया दोषी है, इसलिए उसे दंड दिया, गव द पनिशमेंट। अपने अनुचित व्यवहार के लिए राजा ने कुमार तथा उसके साथियों को क्षमा मांगी और कुमार को गांव का प्रबंधक नियुक्त किया तथा एक हाथी सम्मान पूर्वक फेंक दिया। तो राजा ने क्या किया, उसको उसका गलती मालूम हुआ, सो राजा ने उसे माफ़ी मांग लिया और कुमार को क्या किया, उस राज्य की, उस विलेज की प्रबंधक बना दिया और आदर से सम्मान पूर्वक एक हाथी को फेंक दिया। അവിടുത്തെ മാനേജർ അതെല്ലാം നോക്കി നടത്തിപ്പുകാരനായിട്ട് കുമാറിനെ മാറ്റുകയും കുമാറിന് ഒരു ആനയെ തന്നെ സമ്മാനമായി കൊടുക്കുകയും ചെയ്തു। അപ്പം മക്കളെ, we will get from this lesson, it's a message, प्रयत्न करना। क्या करना है, प्रयत्न करना है, हार्ड वर्क, we will do the hard work, तो we will get the good result। നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നല്ലത് തന്നെ ആയിരിക്കും। അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം। അപ്പം നിങ്ങൾ നോക്കൂ, ആ സ്ഥലം എന്ന് പറയുന്നത് 30 ആൾക്കാർക്കുള്ളൊരു സ്ഥലമായിരുന്നു അല്ലേ, 30 വില്ലേജേഴ്സ്, അവിടെ താമസിച്ചിരുന്ന 30 വില്ലേജേഴ്സ്, പക്ഷെ അവർക്കൊന്ന് ഇരിക്കാനോ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനോ ഉള്ളൊരു സ്ഥലമില്ലായിരുന്നു। അങ്ങനെ ആ ഗ്രാമത്തിലെ ഒരു യുവാവ്, അയാളുടെ പേര് കുമാർ, ആ ഒരു സ്ഥലത്തൂടെ പോയപ്പോൾ ബോർഡറായിട്ട് അതിൻ്റെ അതിരിൽ കുറേ കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലം കണ്ടു। അവിടെ എന്ത് ചെയ്തു, ആ സ്ഥലം പോയി കണ്ടു പുള്ളി। കുമാർ എന്ത് ചെയ്തു, ആ സ്ഥലം വൃത്തിയാക്കാൻ തുടങ്ങി। കുമാർ അത് വൃത്തിയാക്കുന്ന കണ്ടുകൊണ്ട് വേറൊരു ഗ്രാമവാസി ഉണ്ടായിരുന്നു, അയാളും വന്ന് കുമാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തു। അപ്പം കുമാർ അയാൾക്കും കൂടെ ആ സ്ഥലം കുമാർ തന്നെയാണ് എന്ത് ചെയ്തത്, ക്ലീനാക്കി കൊടുത്തത്। തോ ഇത് കണ്ടുകൊണ്ട് അടുത്ത ആൾക്കാർ വന്നു। അങ്ങനെ അവർ വന്ന് കൂടിച്ചേർന്ന് അവരെന്ത് ചെയ്തു, ജിൽ ജോയിൻ ടുഗദർ। അവിടെ എന്താ നമുക്ക് മനസ്സിലാകുന്നത്, യൂണിറ്റി ഈസ് സ്ട്രെങ്ത്। നമ്മൾ പിരിഞ്ഞല്ല നിൽക്കേണ്ടത്, ഒന്നായിട്ട് നിൽക്കണം। അങ്ങനെ ജോയിൻ ചെയ്ത് അവിടെ അവരെന്ത് ചെയ്തു, നല്ലൊരു സ്ഥലമാക്കി മാറ്റി। അപ്പം 30 പേർക്ക് നിന്ന് സംസാരിക്കാനുള്ള സ്ഥലമായി മാറി। പിന്നീട് അതെന്താ, അങ്ങനെ സംസാരിച്ചു, അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നിന്ന് സംസാരിക്കാൻ തുടങ്ങി। ആ സംസാരത്തിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു, അങ്ങനെയല്ല, 30 പേർക്ക് നിന്നല്ല സംസാരിക്കേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാറ്റ്ഫോം പണിയുകയാണെങ്കിൽ നമുക്കവിടെ ഇരുന്നും സംസാരിക്കാം। അങ്ങനെ അവർ അത് ചെയ്തു। അങ്ങനെ അതിനെ ഒരു ചെറിയ പാർക്കാക്കി മാറ്റി। അപ്പം ഗ്രാമവാസികളെല്ലാം അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എവിടെ വന്നു, ഇവിടെ വരുവാനായിട്ട് തുടങ്ങി। അതിനുശേഷം അവർക്ക് പിന്നെയും നല്ല നല്ല കാര്യങ്ങൾ, ആ പരിശ്രമം ചെയ്യുക എന്നുള്ളത് their ഹാബിറ്റായി മാറി। ആ ഹാബിറ്റായപ്പോൾ എന്താണ്, അവർക്ക് ജോഷാണ് വന്നത്।
പരിശ്രമിച്ചാൽ എന്താ നല്ലതാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിച്ചു. അങ്ങനെ ആ ഗ്രാമത്തിൽ റോഡില്ലായിരുന്നു, റോഡുണ്ടാക്കി. കുളമില്ലായിരുന്നു, കുളമുണ്ടാക്കി. അതുപോലെ അഴുക്ക് പിടിച്ചൊരു കിണറുണ്ടായിരുന്നു, ആ കിണറിനെ വൃത്തിയാക്കി. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോറും അവർക്ക് എന്താ കിട്ടിയത്? ദേ വിൽ ഗെറ്റ് ദ ഹാപ്പി. ഇതിലെല്ലാം അവർക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അവർ നല്ലവരായി മാറി. പക്ഷേ ഇതെല്ലാം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ആരാണ്? ഗാവ് കി മുഖിയ. गाँव की मुखिया को ये पसंद न आता था क्योंकि वो उन लोगों के जुर्मानियों से ആംദനി बढ़ाते थे. ഇവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് പിഴ ഈടാക്കിയാണ് അയാൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? തൻ്റെ ധനം കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ അവിടെ തെറ്റ് ചെയ്യുന്നവരാരുമില്ല. അപ്പം അയാൾക്ക് പൈസ കിട്ടുന്നില്ല. സോ ഹി ബിക്കെയിം ജലസ് വിത്ത് കുമാറിനോട് ദേഷ്യമുണ്ടായി. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കും, ഒറ്റയ്ക്ക് കിട്ടിയാൽ ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ കുമാറിനോടും ഇങ്ങനെ കൂടാൻ? പിന്നെയോ എന്നിട്ടും ആൾക്കാർ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ശിക്കായത്തിലേക്ക് പരാതിയുമായി ആരുടെ അടുത്ത് ചെന്നു? രാജാക്കെ പാസ് ഗേ. രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാസെ കഹാ യഹാം സബ് കുछ गलत हो रहे हैं, मारपीट चल रहे हैं, एक दूसरे से ईर्ष्या रखते हैं, गाँव की अवस्था बड़ी बुरी है. അങ്ങനെ ചെന്ന് പറഞ്ഞു. ഗ്രാമത്തിലെ അവസ്ഥ വളരെ മോശമാണ്, ഇവിടെ കാണിക്കുന്നതെല്ലാം ആവർത്തിയുടെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ മുഖ്യ ചെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ न कुछ पूछा न कुछ सुना, उसने फैसला लिया. ग्रामवासियों को हाथी के पैरों से कुचलकर मार डालना. അദ്ദേഹം എടുത്ത ഒരു പണിഷ്മെൻ്റ് ഇതായിരുന്നു. ഗ്രാമവാസികളെല്ലാം എന്ത് ചെയ്യുക? ആനയെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കുക. സോ इसलिए उसने उसे बांध कर एक രാജ്മഹൽ के बाहर एक मैदान था, वहाँ बैठा दिया. അവിടെ കിടത്തി. सो महावतों से कहा हाथी को छोड़ो. महावत ने हाथी को छोड़ लिया, लेकिन ये हाथी ने उसके पास आकर वापस चले जाते हैं. അവരുടെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകും. उसके पहले एक बात भी हो गई थी, क्योंकि कुमार ने ग्रामवासियों को, एक गाँववासियों के कहा था, हाथी आएगी लेकिन आपने क्या करना है? आप लोगों को चुपचाप लेटना है और तुम्हारे मन में कोई बुरी अवस्था न होना चाहिए, राजा के प्रति क्रोध न होना चाहिए, साफ मन से यहाँ लेटना है. वो तो ऐसे ही किया. അവരെല്ലാം അങ്ങനെ തന്നെ ചെയ്തു. तो शाम तक एक हाथी दूसरा तीसरा ऐसे आकर, लेकिन कुछ भी नहीं हुआ. एक हाथी भी उसे नहीं कुचला. वो आते हैं वापस जाते हैं. तो राजा को मालूम हुआ उसके पास कोई दवा होगी, इसलिए ऐसा हुआ. तो राजा ने उसको ढूंढने के लिए कहा. उन लोगों को ढूंढ लिया, लेकिन कुछ भी नहीं मिला. तो राजा ने सोचा उसके पास मंत्र तंत्र होगा, അവരുടെ കയ്യിൽ എന്തുണ്ടാവും? മന്ത്രതന്ത്രം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. तो उसने ऐसे पूछे तो कुमार ने कहा, नहीं, ये सब हमारे परिश्रम का फल है. हम किसी से कोई बुरा नहीं करते, हम एक दूसरे से मदद करते हैं, हम एक दूसरे के मित्र भाव से रहते हैं, कोई का हिंसा नहीं करते, इसका फल है ये. हम हमारे आवश्यक की वस्तुओं को बनाते हैं. तो सच का पता राजा को मालूम हुआ. उसने मुखिया को दंड दिया और हमारे कुमार को क्या किया? कुमार को प्रबंधक बना दिया और सम्मान के रूप में, भेंट के रूप में उसे एक हाथी भी दिया. तो बच्चों, इस पाठ का संदेश है कि हम क्या करना है? हमें परिश्रम करना है. परिश्रम का फल हमेशा क्या होता है? अच्छा होता है, सफलता होता है. बच्चों, तुम लोगों को क्या करना है? तुम लोगों को പരിശ്രമം करना है. മക്കളെ, നിങ്ങളും അതുപോലെ പരിശ്രമിക്കണം. നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പരിശ്രമത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് മധുരം തരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ യൂണിറ്റി സ്ട്രെങ്ത്. ഒത്തു നിന്നാൽ മലയും പോരുമെന്നല്ല, ഒറ്റക്കെട്ടായിട്ട് നിന്ന് വേണം ചെയ്യാൻ, അല്ലാതെ സ്പ്ലിറ്റായിട്ടല്ല നിൽക്കേണ്ട. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. മക്കളെ, you will read the test 3 or 4 times, okay, and
when you read, you have any doubt, you write that word and call me and ask which is the meaning of that word, what is saying this. എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനെ വിളിക്കുക, ചോദിക്കുക, മിസ് അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞു തരും, പറഞ്ഞു തരാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് എല്ലാം കാണണം, പിന്നെയോ സംശയം വരുന്നത് ചോദിക്കണം, നന്നായിട്ട് പഠിക്കണം. ഓക്കെ ബച്ചോ, ധന്യവാദ്.